നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ CPIM-ൽ വിഭാഗീയതയ്ക്ക് ചൂടുപിടിക്കുന്നു. പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമെന്ന് VS. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലയിൽ വനിതാ ജീവനക്കാരിയെ വസ്ത്രമുരിഞ്ഞു പരിശോധിച്ച സംഭവത്തിൽ 3 പേർക്ക് സസ്പെൻഷൻ. സ്ഥാപനം താൽക്കാലികമായി അടച്ചിട്ടു. സ്ഥാപനത്തിലേക്ക് നാപ്കിൻ അയച്ചുകൊണ്ടുള്ള പ്രതിഷേധം ശക്തം. പുതുവത്സരാഘോഷങ്ങൾക്ക് ലോകം തിരികൊളുത്തി. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും 2015 ആഘോഷം തുടങ്ങി. കൊച്ചിയിലും വിപുലമായ ആഘോഷ പരിപാടികൾ. പാലക്കാട്ട് MP വീരേന്ദ്രകുമാർ തോറ്റത് കോൺഗ്രസിന്റെ വീഴ്ച മൂലമെന്ന് UDF ഉപസമിതി റിപ്പോർട്ട്. DCC അധ്യക്ഷനടക്കം തൃപ്തികരമായി പ്രവർത്തിച്ചില്ല. റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് VM സുധീരൻ. ഉപസമിതി റിപ്പോർട്ട് തള്ളി DCC അധ്യക്ഷൻ. IG ടോമിൻ ചച്ചങ്കരിയുടെ സ്ഥാനക്കയറ്റം വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം ആരായാനുള്ള തീരുമാനം അവഗണിച്ചു. ഭരണഘടനാ വിരുദ്ധമെന്ന് VS. തീരുമാനം അറിയില്ലെന്ന് രമേശ്. ചീഫ് സെക്രട്ടറിക്കെതിരെ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തും. ജില്ലാ സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കെ CPIM-ൽ വിഭാഗീയതയ്ക്ക് ചൂടുപിടിക്കുന്നു. P. കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ട സംഭവം ജില്ലാ സമ്മേളനങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നിരിക്കെ നിലപാട് മയപ്പെടുത്താൻ VS തയ്യാറായി. എന്നാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച VS-നെതിരെ പാർട്ടിക്ക് പരാതി നൽകുമെന്ന് വ്യക്തമാക്കി TK പളനി രംഗത്തെത്തി. പരാതി നൽകുമെന്ന കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു. സംഭവത്തിൽ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയതോടെയാണ് നിലപാട് മയപ്പെടുത്താൻ VS അച്യുതാനന്ദൻ തയ്യാറായത്. പാർട്ടിയുമായി പൂർണ്ണമായും യോജിച്ചുള്ള പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് VS വ്യക്തമാക്കി. എന്നാൽ തെറ്റായ നിലപാട് കണ്ടാൽ എതിർത്തിരുന്നു എന്ന കാര്യവും VS ഓർമ്മിപ്പിച്ചു. പാർട്ടിയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ ചില തെറ്റായ നിലപാടുകൾ കാണുമ്പം എതിർക്കുമെങ്കിലും പാർട്ടിയായിട്ട് പൂർണ്ണമായി യോജിച്ച് സഹകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം VS-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കി TK പളനി രംഗത്തെത്തി. സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച VS-നെതിരെ പാർട്ടിക്ക് പരാതി നൽകുമെന്ന് പളനി റിപ്പോർട്ടറോട് വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഒരു പരാമർശം നടത്തി അത് സംബന്ധിച്ച് എന്റെ ഒരാക്ഷേപം എന്റെ പാർട്ടിക്ക് എഴുതുക ഒരു സ്വാഭാവികമായ എന്റെ ഒരു അവകാശമാണ്. അത് വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ TK പളനി പരസ്യമായി നടത്തിയ അഭിപ്രായ പ്രകടനത്തെ പിണറായി വിജയൻ തള്ളി. പരാതി നൽകുമെന്ന കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് ശരിയായില്ലെന്ന് പിണറായി പ്രതികരിച്ചു. അത്തരം കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് പ്രസ്താവനയിലൂടെ പറയേണ്ട കാര്യങ്ങളല്ല. ആരായാലും ഇത്തരം കാര്യങ്ങളിലുള്ള പരസ്യ പ്രസ്താവന ഒഴിവാക്കുകയാണ് നല്ലത്. പരാതി തരുന്നുണ്ടെങ്കിലും പരാതി ഞാൻ അയക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോടല്ല പറയേണ്ടത്. പരാതി വരട്ടെ, എന്താണെന്ന് നോക്കാം. ജില്ലാ സമ്മേളനങ്ങൾ നാളെ ആരംഭിക്കാനിരിക്കെ P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവവും VS പളനി വാക്പോരും ചൂടേറിയ ചർച്ചകൾക്കായിരിക്കും വഴി തുറക്കുക. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം KM ഷാജഹാൻ, N. മാധവൻകുട്ടി, ജോസഫ് C. മാത്യു തുടങ്ങിയവരാണ് ടെലിഫോൺ ലൈനിലും തിരുവനന്തപുരം സ്റ്റുഡിയോകളിലുമുള്ളത്. ആദ്യം KM ഷാജഹാൻ, 2 കാര്യങ്ങളാണ് പ്രധാനമായും VS അച്യുതാനന്ദൻ ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്ന്, പാർട്ടിയുടെ തെറ്റുകൾ തുടർന്നും ചൂണ്ടിക്കാണിക്കും. 2, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന സൂചന. ഞാൻ വീഴുന്നതുവരെ കർമ്മനിരതനായി തുടരും എന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യം വരുമ്പോൾ VS അച്യുതാനന്ദൻ പറയുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. 2004 ഞാനിത് അവസാനിപ്പിക്കും എന്ന് VS അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. 2014 പോലും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയിലേക്ക് VS അച്യുതാനന്ദൻ എത്താനുള്ള രാഷ്ട്രീയ കാരണം എന്താണ്? നികേഷിനോട് തന്നെയാണെന്ന് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് PS അച്യുതാനന്ദൻ നികേഷിൻ്റെതായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു ഇനി ഞാൻ തെരഞ്ഞെടുപ്പിനില്ല എന്ന്. ഇന്ന് VS ഒരു ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടത് വീഴുന്നത് വരെ പാർട്ടിയെ സഹായിക്കും എന്നാണ്. വീഴുന്നത് വരെ പാർട്ടിയെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീഴുന്നത് വരെ ഒന്നുകിൽ മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടോ പാർട്ടിയെ സഹായിക്കും എന്നാണ്. അല്ലാതെ വീഴുന്നത് വരെ സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് നിന്നുകൊണ്ടോ പാർട്ടിയെ സഹായിക്കുമെന്നല്ല. ഏറ്റവും വലിയ പദവിയിൽ
ഒന്നാമത്തെ പദവിയിലോ രണ്ടാമത്തെ പദവിയിലോ നിന്നുകൊണ്ട് ഞാൻ വീഴുന്നത് വരെ പാർട്ടിയെ സഹായിക്കാം എന്നാണ് അദ്ദേഹം ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കുറച്ചു മുമ്പേ കണ്ടു, പാർട്ടിയുമായി വളരെ യോജിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. ഇത് CPM പോലൊരു പാർട്ടിയിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് 92ാമത്തെ വയസ്സിൽ VS തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ VS പിന്നെ 100 വയസ്സ് 115 വയസ്സ് 120 വയസ്സ് വരെ ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ കാലം വരെ ഞാൻ ഒന്നുകിൽ മുഖ്യമന്ത്രി ആയിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടോ ആയിരിക്കും CPM-ൽ പ്രവർത്തിക്കുക എന്ന് VS പറയുമ്പോൾ അത് കേൾക്കുന്ന ജനങ്ങളും അത് കേൾക്കുന്ന പാർട്ടി അണികളും ഏത് നിലയിൽ ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് VS തന്നെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം 2001 മുതൽ VS ഇതേ പദവികളിൽ ഇങ്ങനെ 14 വർഷമായിട്ട് സർക്കാർ ചെലവിൽ ഇങ്ങനെ കഴിയുകയാണ്, ലക്ഷങ്ങൾ വരുമാനമൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ വേണം എന്ന് VS പറയുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടി അണികളും ജനങ്ങളും അവർ വിധി എഴുതട്ടെ എന്ന് മാത്രമേ എനിക്ക് ദേവാചൂടുകക്ഷി KM ഷാജഹാൻ, ഇവിടെ നാളെ ജില്ലാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് ഇനി മാസങ്ങൾ 1, 2, 3 മാസങ്ങളോടുകൂടി അവസാനിക്കുകയും ചെയ്യും. എൻ മാധവൻകുട്ടി, ഇവിടെ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നു, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നു, അവിടെ പുതിയ നേതൃത്വങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ആര് വരും എന്നത് സംബന്ധിച്ച് ഒരു തീർപ്പിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ശ്രീ VS അച്യുതാനന്ദൻ തൻ്റെ വെടി പൊട്ടിക്കുന്നത്. ഒപ്പം തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ശ്രീ VS അച്യുതാനന്ദനോട് അടുപ്പമുള്ള സീതാറാം യെച്ചൂരി വരുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നിരിക്കെ ശ്രീ VS അച്യുതാനന്ദൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഈ മുഖ്യമന്ത്രി സ്ഥാനമോ പ്രതിപക്ഷ നേതാവ് സ്ഥാനമോ ഒന്നും ആയിരിക്കില്ല. അതിനപ്പുറത്തേക്ക് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തന്നെ അടിച്ചിറക്കിയ നേതൃത്വത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് അവരെ ചവിട്ടി തന്നെ അതിലേക്ക് കയറണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? VS അങ്ങനെ പകവയ്ക്കുന്നയാളാണെന്ന് വേണം കണക്കാക്കാൻ. നികേഷ്, ഇപ്പോൾ നിങ്ങളൊരു പ്രസ്താവന നടത്തിയിട്ട് അല്ലെങ്കിൽ അതിനു മുൻപ് സംസാരിച്ച ഷാജഹാൻ എന്തെല്ലാമോ VS-നെ ശപിച്ചതിൻ്റെ കൂടെ അതിനോട് കൂട്ടിച്ചേർക്കാൻ എനിക്കൊന്നുമില്ല. VS അച്യുതാനന്ദൻ ഇന്ന് പറഞ്ഞു കോട്ടയത്ത് മയപ്പെടുത്തി എന്ന് നിങ്ങൾ വിശദമാക്കിയ ആ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. പാർട്ടിയോടൊപ്പം എങ്ങനെ നിൽക്കുന്നു, ഏത് സ്ഥാനത്തിരുന്നു കൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് അതിന് ടിപ്പണി പറയാൻ ഞാൻ ആളല്ല. പാർട്ടി വിടുകയില്ല, പാർട്ടിയെ ചതിക്കുകയില്ല, പാർട്ടിക്കെതിരായി നിൽക്കുകയില്ല. എന്നാൽ അതിന് പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ പരസ്യമായി പറയുകയില്ല എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ ഇന്ന് പറഞ്ഞത് ഒരു ചർച്ചാ വിഷയമാകുമായിരുന്നു. പാർട്ടിക്കെതിരായി പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയുകയില്ല, പാർട്ടി ശത്രുക്കളെ സഹായിക്കുന്ന രീതിയിൽ പറയുകയില്ല. അതാണ് ഇന്ന് പിണറായി പഴനിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് പ്രസ്താവിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയുന്നവരും പാർട്ടിയുടെ അച്ചടക്കത്തെ സംബന്ധിച്ച് ഏകദേശ ധാരണയുള്ളവരെല്ലാവരും മനസ്സിലാക്കുന്നതും അതാണ്. പാർട്ടിയെക്കുറിച്ച് എത്ര ശക്തമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും അത് പാർട്ടി ശത്രുക്കളെ സഹായിക്കുന്ന രീതിയിൽ നിരന്തരം പറയാതിരിക്കുക. ആ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വയം വിമർശനമായി പരിഹരിച്ചുകൊണ്ട് പാർട്ടിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക, പാർട്ടിക്ക് നിൽക്കുക. ഇതാണ് സങ്കല്പം. ആ സങ്കല്പത്തിന് അനുയോജ്യമായി VS എന്ത് ചെയ്യുന്നുവോ അതിൽ സന്തോഷിക്കും. അല്ല VS അതിനെതിരായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദുഃഖിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്യും. ഇതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞത് നാളെ അദ്ദേഹം എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്നിപ്പോ പളനിയല്ല വിഷയം. പളനിക്ക് അപ്പുറത്തേക്ക് പാർട്ടിയോട് കലഹിച്ച് ഞാൻ പാർട്ടിയിൽ തുടരുമെന്നാണ് ശ്രീ VS അച്യുതാനന്ദൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ സമ്മേളന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സമ്മേളനാനന്തരം VS അച്യുതാനന്ദൻ്റെ പ്ലേസ്മെന്റ് സംബന്ധിച്ച് VS അച്യുതാനന്ദന് വ്യക്തതയുണ്ട്. ഞാൻ ഇരിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിലല്ല, ഞാൻ ഇരിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റി നിശ്ചയിക്കുന്ന പോളിറ്റ് ബ്യൂറോയിൽ തന്നെയാണ്. അതിന് സാധ്യമായ വിധത്തിൽ പുതിയ നേതൃത്വം ഉയർന്നു വരും എന്ന അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ തന്നെയല്ലേ VS അച്യുതാനന്ദനെ കൊണ്ട് ഈ അവസാന നാളുകളിലും പോരാട്ടത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും നയിക്കുന്നത്? ഇത് പോരാട്ടമാണെന്നോ വെടിപൊട്ടിക്കലാണെന്നോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമകാലിക ചരിത്രം അറിവുള്ള ആരും പറയില്ല. VS അച്യുതാനന്ദൻ ഇന്ന് നടത്തിയ പ്രസ്താവനയ്ക്ക് വാസ്തവത്തിൽ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിന് ജില്ലാ സമ്മേളനങ്ങളിൽ യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യാസമായി VS അച്യുതാനന്ദന് അത്തരത്തിൽ പാർട്ടി അണികളെയോ പാർട്ടി സമ്മേളന പ്രതിനിധികളെയോ കേരള
വ്യാപകമായോ ജില്ലാ തലത്തിൽ പോലും സ്വാധീനിക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ പ്രതീക്ഷ നിർവഹിക്കുന്നതിനുള്ള വഴി ഇതല്ല. ഇത് തികച്ചും നിരാശയിൽ നിന്നും ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ പറയില്ലേ ഇംഗ്ലീഷിൽ, അതിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ എന്താ പറയുന്നത് ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ഫ്ലട്ടറിങ് ഇറ്റ്സ് വിങ്സ് ഇൻ ദ വോയിഡ്, ഷെല്ലിയുടെ. അതായത് ഒന്നിനും നിസ്സഹായനായ ഒരു പക്ഷി ചിറകിട്ട് അശൂന്യതയിൽ ചിറകിട്ടടിക്കുന്നത് പോലെ. ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥി ആയതുകൊണ്ട് സഖാവ് VSന്റെ ഒരു മെറ്റഫർ അല്ലെങ്കിൽ ഒരു രൂപകം ഇത് മനസ്സിലാവുന്നവർക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്. ഇൻഎഫക്ച്വൽ ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ മാലാഖയെന്ന് നിങ്ങൾ വിളിച്ചുകൊള്ളൂ. അതെ, നഷ്ടപ്പെട്ട ശക്തി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു മാലാഖ അത് ചിറകടിക്കുന്നു. എങ്ങനെ? ശൂന്യതയിൽ ചിറകടിക്കുന്നു. അതിനപ്പുറം രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ VS അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വലിയ തോതിൽ അഭിപ്രായമുണ്ടായ കാലഘട്ടത്തിൽ അതിനെ സമ്മതിക്കാതെ പാർട്ടി VSനെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് അത് രണ്ട് ഘട്ടങ്ങളിലും അത് ഫലവത്തായില്ല. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പാർലമെന്ററി രംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അതിലൊരു സാധ്യത തേടുകയോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നതിലോ എന്താണ് തെറ്റ്? അല്ലെങ്കിൽ VS അച്യുതാനന്ദന് ചില കണക്കുകൾ തീർക്കാനുണ്ടാവില്ലേ സ്വാഭാവികമായും? നികേഷ്, അതിലൊന്നും ഒരു തെറ്റുണ്ടെന്ന് ആരും പറഞ്ഞില്ല. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദൻ ഇനിയും മുഖ്യമന്ത്രി ആവണമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകണമെന്നോ ഒക്കെയുള്ള ആഗ്രഹം VS അച്യുതാനന്ദനിൽ ഇങ്ങനെ തുടിച്ച് നിൽക്കുന്നു എന്നുള്ള വാദം മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദൻ ഇനിയും ഒന്നുകിൽ മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പ്രധാനപ്പെട്ട പ്രശ്നം VS അച്യുതാനന്ദൻ ഇപ്പോൾ ഉയർത്തുന്ന ഈ ഒരു പ്രശ്നങ്ങളും പാർട്ടിയിലെ സമ്മേളന പ്രതികൾ പോട്ടെ, പാർട്ടി അണികൾക്കിടയിൽ പോലും ഒരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം VS അച്യുതാനന്ദൻ എടുത്തിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും VS അച്യുതാനന്ദൻ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ടേൺ നടത്തുകയുണ്ടായി. സമീപകാലത്ത് VS അച്യുതാനന്ദൻ ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തോളം ലാവ്ലിൻ കേസ് എടുത്തുകൊണ്ട് നടന്നു. ഒരു സുപ്രഭാതത്തിൽ VS അച്യുതാനന്ദൻ അത് വിട്ടിട്ട് നേരെ ഓടി അങ്ങ് പോയി. VS അച്യുതാനന്ദൻ അതിനുശേഷം TP ചന്ദ്രശേഖരൻ വധക്കേസ് എടുത്തുകൊണ്ട് കിടന്നു. വധക്കേസ് എടുത്ത് 1 വർഷത്തോളം കൊണ്ടു കിടന്നു. അവസാനം TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നിന്ന് പിന്നോക്കം പോയി. ആ നിലയിൽ VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് പോരാടുന്നതിന് വേണ്ടി എടുത്തുകൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും VS അച്യുതാനന്ദൻ വളരെ മോശമായ രീതിയിൽ പിന്നോക്കം പോയിട്ടുള്ള സാഹചര്യത്തിൽ VS അച്യുതാനന്ദൻ ഇപ്പോൾ ഉയർത്തുന്ന ഒരു പ്രശ്നങ്ങളും പാർട്ടിയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, VS അച്യുതാനന്ദൻ വൈകിയ വേളയിൽ ഇനിയും താൻ പാർട്ടിയെ സഹായിക്കും എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ ഇച്ഛാഭംഗത്തിൽ നിന്നും പശ്ചാത്താപത്തിൽ നിന്നും ഉയരുന്ന ഒരു രോദനമായി മാത്രമേ കേരളത്തിലെ പൊതുസമൂഹം പോലും കാണുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ശ്രീ ഷാജഹാൻ, ഇതൊക്കെ ആണെങ്കിൽ തന്നെയും താങ്കൾക്ക് സ്വാഭാവികമായും VS അച്യുതാനന്ദനോടുള്ള ഒരു എന്തായാലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആൾ കുറേ കാലഘട്ടം കഴിയുമ്പോൾ ഈ നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ സമ്മേളനാനന്തരം രൂപീകരിക്കപ്പെടാൻ പോകുന്ന കമ്മിറ്റികൾ, ആ കമ്മിറ്റികൾ നിലവിൽ നാം കാണുന്ന രീതിയിലുള്ള VS വിരുദ്ധതയുള്ളവരല്ല. VS അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിൽ എന്തൊക്കെ നിലപാടുകളാണോ എടുത്തിട്ടുള്ളത് ആ നിലപാടുകളെല്ലാം തന്നെയും ഒരു പരിധിവരെ ശരിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് CPMൻ്റെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ VS അച്യുതാനന്ദന് ഒരു റോൾ ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ പറയുന്നതിടത്തൊക്കെ ചിലയിടത്തൊക്കെ വസ്തുത ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാലഘട്ടത്തിലാണ് CPM ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമ്മേളനാനന്തരം രൂപീകരിക്കപ്പെടാൻ പോകുന്ന കമ്മിറ്റികൾ, ആ നേതൃത്വത്തിന് VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ടി വരില്ലേ? അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? അത് VS അച്യുതാനന്ദൻ തിരിച്ചറിഞ്ഞാൽ അതിനെന്താണ് കുഴപ്പം? നികേഷ്, ഇതിനകത്തൊന്നും നികേഷ് ഇപ്പോൾ VSുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ വ്യക്തിപരം, അതവിടെ നിൽക്കട്ടെ. ഈ എല്ലാ VS ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും VS പിന്നോക്കം പോയി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പാർട്ടിക്കകത്ത് ഇവിടെ എന്താ നടക്കുന്നത് കേരളത്തിൽ?
ഈ പാർട്ടിക്കകത്ത് നികേഷ് പറയുന്നത് പോലെ എന്തെങ്കിലും തിരിച്ചറിവിൻ്റെ എവിടെയെങ്കിലും ഒരു ചലനം കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ ഭാഗമായി മാറുന്നുണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നികേഷ് ഒന്ന് നോക്കൂ. ഇവിടെ യൂണിവേഴ്സിറ്റി കുംഭകോണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന റഷീദ് എന്ന് പറയുന്ന ആളല്ലേ ഇവിടെ പാളയം ഏരിയ സെക്രട്ടറി? ആ യൂണിവേഴ്സിറ്റി കുംഭകോണത്തിൽ പ്രതിയായി നിൽക്കുന്ന റഷീദ് എന്ന് പറഞ്ഞ ആള് പാളയത്ത് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിന്റെ പൊതുയോഗത്തിൽ പോയി സാക്ഷാൽ VS അച്യുതാനന്ദൻ തന്നെയല്ലേ പ്രസംഗിച്ചിട്ടുള്ളത്? തൊട്ടപ്പുറത്ത് പേരൂർക്കടയിൽ BS രാജീവ് എന്ന് പറഞ്ഞ ആൾ മാറിയപ്പോൾ അതിനേക്കാളും മോശമായിട്ടുള്ള രാജാലാൽ എന്ന് പറഞ്ഞ ആളല്ലേ വന്നിട്ടുള്ളത്? അപ്പോൾ എവിടെയാണ് ഈ പാർട്ടി തിരുത്തുന്നത്? ആലപ്പുഴയിൽ എന്താ നടക്കുന്നത്? ജില്ലാ സമ്മേളനം നടക്കുന്ന ആലപ്പുഴയിലെ സ്ഥിതി എന്താ? ആലപ്പുഴയിൽ വിഭാഗീയത വികേന്ദ്രീകരിച്ചിരിക്കുകയല്ലേ? നേരത്തെ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലായിരുന്നു വിഭാഗീയതയെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള G സുധാകരനും വേറൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള തോമസ് ഐസക്കുമല്ലേ? കണ്ണൂരത്തെ സ്ഥിതി എന്താ? ഈ പറഞ്ഞ തിരുത്തലിൻ്റെയും VS അച്യുതാനന്ദൻ പറഞ്ഞ നിലയിലാണോ വിഭാഗീയത ഉള്ളത്? അവിടെ ഒരു വിഭാഗം കോടിയേരി ബാലകൃഷ്ണനോട് നിൽക്കുമ്പോൾ ഒരു വിഭാഗം പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നു, ഒരു വിഭാഗം EP ജയരാജൻ്റെ കൂടെ നിൽക്കുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ P രാമകൃഷ്ണൻ്റെ കൂടെ ഒരു വിഭാഗം നിൽക്കുന്നു, P രാമകൃഷ്ണനെതിരായിട്ടൊരു വിഭാഗം നിൽക്കുന്നു. അപ്പോൾ ഈ നിലയിൽ ഈ യാദവകുലം തമ്മിത്തല്ലി ചാകുന്നതിന് മുമ്പ് ഉള്ളതുപോലെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അതിദയനീയമായിട്ടുള്ള വിഭാഗീയതയല്ലേ എല്ലാ ജില്ലയിലും CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതിൽ എവിടെയാണ് നികേഷ് തിരിച്ചറിവിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഉള്ളത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് വളരെ താഴ്മയോടുകൂടി എനിക്ക് തുടരുക. ശ്രീ ഷാജഹാൻ, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, VS ഈ കളി VSന് നല്ലതാണോ? അല്ല, VSന് ഇനിയിപ്പോ എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടാനാണ്? VSന് 90 വയസ്സിലധികമായി. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോവാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും. അല്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് 90 വയസ്സിന്റെ യൗവനം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. അല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നേടാവുന്ന അല്ലെങ്കിൽ എത്തിപ്പെടാവുന്ന എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, LDF കൺവീനർ ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ്, 5 കൊല്ലം മുഖ്യമന്ത്രിയുമായിട്ടിരുന്നു, പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം വരെ എത്തിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ലാഭനഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഷാജഹാൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇപ്പൊ ബംഗാളിലെ സ്ഥിതി നമുക്കറിയാം, കേരളത്തിലെ സ്ഥിതി ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എല്ലായിടത്തും കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരമായിരുന്നു. അത് കാശ്മീർ താഴ്വരയിലാണെങ്കിലും ജമ്മുവിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തെലങ്കാനയിലായിരുന്നെങ്കിലും എല്ലായിടത്തും കോൺഗ്രസ് തോൽക്കുകയായിരുന്നു. അപ്പൊ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസുകാർക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും സാധിച്ചത്. അതെന്തുകൊണ്ട് സാധിച്ചു? ആ കാര്യം മാത്രമേ ഈ നേതാക്കന്മാരൊന്ന് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട്? ഇവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ അഴിമതിയോട് കേരളീയർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണോ? ഉമ്മൻചാണ്ടിയുടെ ഭരണം വിശ്വോത്തരമായതുകൊണ്ടാണോ? സുധീരൻ അഖില ലോക നേതാവായതുകൊണ്ടാണോ? ഒന്നുമല്ല. ഇവിടെ ഉണ്ടായിരുന്നു ആ വികാരമൊക്കെ. അതിനെ ഫലപ്രദമായി ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചില്ല, CPM-ന് സാധിച്ചില്ല. അതുകൊണ്ടാണ് പരാജയം ഉണ്ടായത്. പക്ഷെ അത് ഈ പാർട്ടി നേതാക്കന്മാർക്ക് മാത്രമേ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലായാലും അവർ അംഗീകരിക്കാൻ തയ്യാറില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഇത് കേവലം ഗ്രൂപ്പ് വഴക്കിന്റെ പ്രശ്നമില്ല. ഇപ്പൊ ആലപ്പുഴയെ സംബന്ധിച്ചും ഷാജഹാൻ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ VSന്റെ രാഷ്ട്രീയത്തോടൊക്കെ യോജിക്കുന്ന പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഇപ്പോൾ VS അച്യുതാനന്ദൻ P കൃഷ്ണപിള്ള സ്മാരകത്തിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാട് അദ്ദേഹത്തെ തന്നെ കുഴിച്ചു മൂടുകയേ ഉള്ളൂ എന്ന നിലപാടിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ഇപ്പോൾ VS കൃത്യമായ രാഷ്ട്രീയം പോലും തേടുന്നില്ല. എന്താണോ നേതൃത്വത്തെ അടിക്കാൻ കഴിയുന്ന ആയുധം, ആ ആയുധങ്ങളെല്ലാം തന്നെ അനവസരത്തിൽ സംഭരിക്കുകയാണ് എന്ന നിലപാട് പലരും പറയുന്നുണ്ട്. അല്ല, അത് ഈ ഭാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ചിന്തകന്മാർ പറയും. ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സാങ്കേതികമായിട്ട് വേറെ ചില തടസ്സങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ നമ്മുടെ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന കേസിലെ പ്രതികൾ, അതിൽ 3 പേര് പാർട്ടിയിലെ നേതാക്കന്മാരാണ്. 3 പേരെയും പാർട്ടി ജീവപര്യന്തം കഠിന നടപടി ശിക്ഷിച്ചതിന് ശേഷം പോലും പാർട്ടി ആ കോടതി വിധി അംഗീകരിക്കാതെ ഇതിൽ 2 പേർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും അതിൽ പ്രതികളായിട്ടുള്ള മറ്റാളുകൾക്ക്, ഈ വാടക ഗുണ്ടകൾക്ക് പോലും നിയമപരമായിട്ടും മറ്റു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ കാണുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെട്ടവരാണ്. ഇവിടെ പ്രതി ചേർക്കപ്പെട്ടു, അവരുടെ പേരിൽ FIR വന്നു എന്നുള്ളതിന്റെ പേരിൽ കുറെ പേരെ യുവജന സംഘടനയിൽ നിന്നും ബാക്കിയുള്ളവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്, അതൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷിയൻ മാധവൻകുട്ടി,
വി എസ് അച്യുതാനന്ദൻ എന്ത് സമീപനമാണോ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് അതേ സമീപനം തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ പോകുന്നത് എന്നും പാർട്ടിയെ തിരുത്തുക എന്നുള്ള തൻ്റെ എക്കാലത്തെയും നയം അത് തുടരുക തന്നെ ചെയ്യും എന്നും ശ്രീ വി എസ് അച്യുതാനന്ദൻ പറയുമ്പോൾ ഇന്നലെ വരെ 8-9 നടപടികൾ വി എസ് അച്യുതാനന്ദനെതിരെ ഉണ്ടായിരുന്നല്ലോ. ആ നടപടികൾ ഇനിയും തുടർന്നോട്ടെ എന്ന വെല്ലുവിളി വി എസ് അച്യുതാനന്ദൻ ഉയർത്തുകയാണ്. പാർട്ടിക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രമേ കഴിയൂ എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതാണ് ഒരു ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. അതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. ഒന്ന്, പാർട്ടിയെ സംബന്ധിച്ചോ കേരളത്തിലെ ഇടതുപക്ഷത്തെ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെയോ സംബന്ധിച്ച് ഉള്ള ഒരു ചർച്ചയിൽ സഖാവ് വി എസ് ഒരു പരിഹാരമല്ല ഒന്നിൻ്റെയും. സഖാവ് വി എസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രശ്നത്തിന്റെ ഭാഗമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിയാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ അങ്കലാപ്പിലാക്കുന്ന വസ്തുത. അതുകൊണ്ട് സഖാവ് വി എസ് അച്യുതാനന്ദനെ സംഘടനാപരമായി ഇന്ന് ഒരു ഫാക്ടർ അല്ല. അതിനർത്ഥം ഫാക്ടർ അല്ല എന്നുള്ളത് കൊണ്ട് അതിലും മോശപ്പെട്ട ചെറ്റത്തരങ്ങൾ പ്രാദേശിക തലത്തിലും അല്ലെങ്കിൽ ബ്രാഞ്ച് തലത്തിലും ലോക്കൽ തലത്തിലും ഒരുപക്ഷെ ജില്ലാ തലത്തിലും ഉണ്ടാവുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ സഖാവ് വി എസ് അച്യുതാനന്ദൻ അതിനും പരിഹാരമല്ല. ഒരു ഏകീകൃതമായ ആജ്ഞാശക്തിയുള്ള രാഷ്ട്രീയം അതിൻ്റെ നിർണായകമായി കരുതുന്ന ഒരു സംസ്ഥാന നേതൃത്വവും ഒരു ദേശീയ നേതൃത്വവും ഈ സമ്മേളനങ്ങൾക്ക് ശേഷം ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാവുകയും ഏറ്റവും അടിത്തട്ടിൽ പോലും പാർട്ടിയുടെ പൊതുബോധത്തിനും ജനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള പ്രതിച്ഛായയ്ക്കും ദോഷം വരുത്തുന്ന ഒരാളെ പാർട്ടിയിൽ ഒരു തരത്തിലും വച്ചുകൊണ്ടിരിക്കയില്ല എന്ന് നിശ്ചയദാർഢ്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നിശ്ചയദാർഢ്യമുള്ള ഒരു കേന്ദ്ര നേതൃത്വവും സംസ്ഥാന തല നേതൃത്വവും ഉണ്ടാവുമെന്നുമാണ് കേരളത്തിലെ അണികളും സഖാക്കളും പ്രതീക്ഷിക്കുന്നത്. ഈ ആലപ്പുഴ സംഭവത്തെ ആലപ്പുഴയ്ക്കും ഇതിൽ പങ്കെടുത്തവർക്ക് അപ്പുറമുള്ളവർ കാണുന്ന എന്താണെന്ന് എനിക്കറിയാം. പരമപുച്ഛത്തോടു കൂടിയാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവും ഈ ആലപ്പുഴയിൽ നടക്കുന്ന ചെറ്റത്തരത്തെയും വ്യക്തിപരവും ആത്മനിഷ്ഠമായ ഈ യുദ്ധത്തെയും കാണുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തിരിച്ചറിവാണ് ഇന്ന് സഖാവ് പിണറായി പ്രതിനിധാനം ചെയ്യുന്നത്. പാലക്കാടായാലും ആലപ്പുഴയായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും അദ്ദേഹം ഒരു വിഭാഗീയതയുടെ വക്താവല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആത്മനിഷ്ഠമായ ചെറ്റത്തരങ്ങൾക്ക് രാഷ്ട്രീയമായ നിലപാടുകളും മറുപടികളും കൊടുത്തുകൊണ്ടാണ് ഈ പാർട്ടിയെ 15 വർഷമായി ഐക്യത്തോടെ സഖാവ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നവും ചർച്ച ചെയ്യപ്പെടും. കൃഷ്ണപിള്ള പ്രശ്നം ചർച്ച ചെയ്യപ്പെടും, സഖാവ് വി എസ് ചർച്ച ചെയ്യപ്പെടും, പ്രകാശ് കാരട്ടിന്റെയും പിണറായിയുടെയും പരാജയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ സമ്മേളനത്തിന്റെ വേളയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സഖാവ് വി എസിന്റെ ഇന്നലത്തെയും ഇന്നത്തെയും പ്രസ്താവനകൾ കൊണ്ട് അതിൻ്റെ ഒരു അന്തരീക്ഷ സൃഷ്ടി സാധ്യമല്ല നികേഷ്. കാലം മാറി. വി എസിന്റെ ആക്രമണത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം പോലും മാറി. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അനുയായികൾ തീരെയില്ല. ഉള്ളത് വേറൊരു തരത്തിലുള്ള വിഭാഗീയതയല്ല, ഒരു ആത്മനിഷ്ഠതയുടെയും ചെറ്റത്തരത്തിൻ്റെയും സ്വകാര്യമായിട്ടുള്ള കൊച്ചു അധികാരത്തിനു വേണ്ടിയുള്ള പൊരുതലുകളുമാണ്. അതിനെ പാർട്ടി രാഷ്ട്രീയമായി, അതായത് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭീഷണിയുടെ നിഴലിൽ രമേശ് ചെന്നിത്തല അവരുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് രഥം തെളിക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. ആലപ്പുഴയിലും അത് തന്നെ ഉണ്ടാവും. 2006 ടേമിന് ശേഷം മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ 2011 മത്സരിക്കുകയും പ്രതിപക്ഷ നേതാവുകയും ചെയ്തു. ഇനി ഒരിക്കൽ കൂടി തനിക്ക് ബാല്യമുണ്ട് മത്സരിക്കാൻ എന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പാർട്ടി പച്ചത്തൊടുമോ LDF പച്ചത്തൊടുമോ എന്നത് സംബന്ധിച്ച ആശങ്ക പല കോണുകളിലുമുണ്ട്. ആ കോണുകളെ കുറെ കൂടി ഉഷാറാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വി എസ് അച്യുതാനന്ദൻ ഉണ്ടാകാം. അങ്ങനെ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതിനകത്ത് ചിലപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്താണ് അതുകൊണ്ട് ലാഭം, വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമോ എന്ന ചോദ്യമൊക്കെ അവിടെ മാറ്റി നിർത്തുക. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തന്നെ മറ്റൊരു വിശ്വസ്തനോ സംസ്ഥാന സെക്രട്ടറി ആകുന്നു. പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അപ്രസക്തനാവുക എന്നത് ഒഴിവാക്കാൻ
തൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ആയുധമെടുത്ത് പോരാടുക എന്നുള്ളതായിരിക്കില്ലേ വി എസ് അച്യുതാനന്ദൻ ഈ അവസാന കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്? അതുതന്നെ ആയിരിക്കില്ലേ അദ്ദേഹം ചെയ്യുന്നതും? അല്ല, വി എസ് അച്യുതാനന്ദൻ നികേഷ് 100% അത് തന്നെയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു അരികത്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് അദ്ദേഹം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ നികേഷിനോട് ഉറപ്പിച്ച് പറയാം. ഇനിയിപ്പോൾ പിണറായി വിജയനും അച്യുതാനന്ദനും കൂടെ ഒരുമിച്ച് മത്സരിച്ചാലും, പിണറായി വിജയൻ മത്സരിക്കാതെ അച്യുതാനന്ദൻ മത്സരിക്കാനും, അച്യുതാനന്ദൻ മത്സരിക്കാതെ പിണറായി വിജയൻ മത്സരിച്ചാലും, നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ ഈ പാർട്ടി അടുത്ത തവണ അധികാരത്തിൻ്റെ അടുത്ത് പോലും എത്താൻ പോണില്ല. അത് സ്വയം കൃതനാർത്ഥമാണ്, സ്വയം കൃതാനർത്ഥം ആണ് ഈ പാർട്ടിയുടേത്. ഈ പറയുന്ന കയ്യം കെട്ടി നീല ഷർട്ട് വിട്ടിരിക്കുന്ന ഈ മാധവൻ കുട്ടിയും ഉൾപ്പെടെ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ കാണാത്ത കാര്യം, അച്യുതാനന്ദൻ കാണാത്തൊരു കാര്യം, ഞാൻ ഈ കസേരയിൽ നിന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ബി ജെ പിയിലേക്ക് ഇതാ മാധവൻകുട്ടി അവിടെ ഇരുന്ന് വളരെ ക്രൂരമായി ചിരിക്കുന്നുണ്ട്. ബി ജെ പിയിലേക്ക് പോവുകയാണ് സഖാവ് മാധവൻകുട്ടി, നിങ്ങളുടെ അണികൾ തിരുവനന്തപുരത്ത്. ഞാനും മാധവൻകുട്ടിയും കൂടി ഇരുന്ന് വേണേൽ ഒരു ചർച്ച നടത്തി ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ കണക്ക് മാത്രം ഞാൻ മാധവൻകുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 2014 ആറ്റുകാലിൽ ഒരു ബൂത്തിൽ ശിവൻകുട്ടിക്ക് 616 വോട്ട് കിട്ടി, 1000 വോട്ടിൽ. അതിൽ ഇപ്പോൾ 2014 ഞാൻ കണക്ക് നോക്കുമ്പോൾ ചിരിക്കുന്ന മാധവൻകുട്ടി അതിൽ 194 വോട്ട് മാത്രമേ 16ൽ നിന്ന് 194 കുറഞ്ഞപ്പോൾ ബാക്കി വോട്ട് മുഴുവൻ ചിരിക്കുന്ന മാധവൻകുട്ടി ബി ജെ പിക്കാർ കൊണ്ടുപോയി. അപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു നിങ്ങളുടെ അണികൾ. കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ മാവോയിസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതെല്ലാം കണ്ടിട്ടും കൈകെട്ടിയിരുന്ന് വളരെ ക്രൂരമായി ചിരിക്കുന്ന മാധവൻകുട്ടിയെ പോലുള്ള ആളുകളുള്ളപ്പോൾ, ഇതെല്ലാം കണ്ടിട്ടും ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനുമുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ 5 വർഷവും കൂടെ ഭരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേരളത്തിൽ ആലപ്പുഴയിൽ വി എസ് അച്യുതാനന്ദൻ ഒരുപാട് പ്രചരണം നടത്തിയല്ലോ, അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ. അവിടെ വി എസ് അച്യുതാനന്ദൻ്റെ ബൂത്തിൽ പോലും കെ സി വേണുഗോപാൽ ലീഡ് ചെയ്ത കാര്യം ഈ കൈകെട്ടിയിരിക്കുന്ന മാധവൻകുട്ടിക്ക് അറിയാമോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, മാധവൻകുട്ടി, നിങ്ങളുടെ പാർട്ടി ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ അണികളെ മുഴുവൻ ബി ജെ പിയുടെ ആളുകളും കുറേ ആളുകളെ മാവോയിസ്റ്റുകളും കൊണ്ടുപോകും. അതിന് അരുനിന്ന് കൊടുക്കുകയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തോ ആർക്കും മനസ്സിലാക്കി. ജയശങ്കർ, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇതാണ്. കുറെ കൂടി പൊതുസമൂഹത്തിന് സ്വീകാര്യനായ ആൾ പിണറായി വിജയനേക്കാൾ ഞാൻ തന്നെ ആയിരിക്കും. അത് തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോൾ ആ പ്രതീതി സൃഷ്ടിക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ അതിനൊരു സാധ്യത ശ്രീ വി എസ് അച്യുതാനന്ദൻ തേടുകയാണോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ വീഴുന്നതുവരെ പാർട്ടിയെ സേവിച്ചുകൊണ്ട് തന്നെ തുടരും എന്നുള്ള വി എസ് അച്യുതാനന്ദൻ്റെ മറുപടി അങ്ങനെ ഒരു സാധ്യത തേടലാണോ? അല്ല, അദ്ദേഹം നവതി ആഘോഷിക്കുന്ന സമയത്ത് പത്രക്കാർ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന്, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്ന് അദ്ദേഹം വളരെ കഠിനമായിട്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി അദ്ദേഹം നിലപാട് മാറ്റിയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ശ്രീ ഷാജഹാൻ പറഞ്ഞതിന് ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ബി ജെ പിക്കാരായി പോകും എന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ലെങ്കിലും സമീപകാലത്ത് ഒരുപാട് പേർ ബി ജെ പിയിൽ ചേരുന്നുണ്ട്. അതിൽ ഒരു ബി ജെ പി നേതാവ് തന്നെ പറഞ്ഞാണ്, കോൺഗ്രസിൽ നിന്ന് ആരും ആ പാർട്ടിയിലേക്ക് ചെല്ലുന്നില്ല, ചെല്ലുന്നവരെല്ലാവരും തന്നെ CPM-കാരും. അതൊരു യാഥാർത്ഥ്യമായിരിക്കും. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അഭിമുഖത്തിൽ എന്നോട് തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് 2006 2011 ടേമിൽ ഓടുകൂടി എൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയം അവസാനിക്കുകയാണ് എന്ന്. ഇന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ സംബന്ധിച്ചൊരു ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണെന്നോ ഇനി ഒരിക്കൽ തവണ ഇല്ലെന്നോ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വി എസ് അച്യുതാനന്ദന് പിണറായിയെ മറികടക്കാൻ തനിക്ക് കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ടോ? അതിന് ഉത്തരം പറയേണ്ടത് വി എസ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയനേക്കാളും ജനസമ്മതനായ വ്യക്തി തീർച്ചയായിട്ടും വി എസ് ആണ്. പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ ശ്രീ ഷാജഹാൻ ഭയപ്പെട്ട പോലെ എന്തെങ്കിലും സംഭവിച്ചു പോയേക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും അഴിമതിയും കൊള്ളതായ്മയും കെടുകാര്യസ്ഥയും ഒക്കെ ചെയ്ത കോൺഗ്രസിന് ഞങ്ങൾ ഒരുപക്ഷെ തിരിച്ച് അധികാര സോപാനത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. തുടരുക. ശ്രീ എൻ മാധവൻകുട്ടി, ഇവിടെ ശ്രീ കെ എം ഷാജഹാനും പിന്നീട് അഡ്വക്കേറ്റ് ജയശങ്കറും പറഞ്ഞു വെച്ചത് വലിയ തോതിലുള്ള ഒലിച്ചുപോക്ക്, കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത്
CPM അറിയുന്നില്ല, അത് BJP-യിലേക്കാണ് പോലും. അല്ല, അത് നികേഷ്, അത് മണ്ണൊലിച്ചു പോക്കൊന്നുമല്ല. ഇനി അങ്ങനെ ഓരോ വിശദാംശങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇതൊന്നും പാർട്ടി അറിയുന്നില്ല എന്നും നടിക്കേണ്ട. ഇനിയിപ്പോൾ ഇത് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ വരുന്ന കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം വാർഡിൽ ഇതുവരെ BJP-ക്ക് വോട്ട് കിട്ടാത്ത ബൂത്തുകളിൽ 10ഉം 20ഉം ഒക്കെ വോട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തു നിന്ന് BJP-യിലേക്കുള്ള പോക്ക് ബംഗാളിൽ നമ്മൾ കണ്ടതുമാണ്. ബംഗാളിൽ BJP-യിലേക്ക് CPM-ൽ നിന്ന് പോകുന്നു, മുസ്ലിങ്ങൾ CPM-ൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. ഇതെല്ലാം ഒരു വലിയ ഒരു അത്ഭുത ഇമ്പാച്ചിക്കഥ പോലെ ഇവിടെ അവതരിപ്പിക്കലല്ല പ്രശ്നം. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ CPI-യുടെ ഒരു അനുഭാവിയും അതിൻ്റെ എന്തെല്ലോ സംഘടനകളുടെ നേതാവും ഒക്കെ ആവണമെങ്കിൽ CPM-ൽ നിന്ന് അങ്ങനത്തെ വലിയ ഒലിച്ചുപോക്കല്ല, അതിനുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ കേന്ദ്രത്തിലുള്ള അധികാരത്തിൽ വന്നതോടുകൂടി പ്രലോഭനത്തിൽ കൂടിയും സ്വാധീനത്തിൽ കൂടിയും, അത് CPM-ൽ മാത്രമല്ല CPI-ൽ നിന്ന് നിരവധി ആളുകളെ ആരെയെല്ലാം അവർക്ക് സ്വീകരിക്കാൻ കഴിയുമോ അവരെയെല്ലാം അത്തരത്തിൽ ആകർഷിച്ചുകൊണ്ടാണ് ഈ മതപരിവർത്തനം, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. അതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജാഗ്രത പുലർത്തുന്നുണ്ട്. അതാണ് ഈ പാർട്ടിയുടെ ഈ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയം മുന്നോട്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം അത്തരത്തിലുള്ള മാറിയ പരിതസ്ഥിതിയെ തികച്ചും മനസ്സിലാക്കുന്ന ഒരു നേതൃത്വമാണ് ഈ സമ്മേളനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. RSSന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളും അതിൻ്റെ മുമ്പിൽ നിശബ്ദമായി നിന്നുകൊടുക്കുന്ന മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം സംഘടനകളും മറ്റ് ജാതി സംഘടനകളും അതിനോടൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ, അതിനെപ്പറ്റി നിശബ്ദരായിരിക്കുന്ന സുകുമാരൻ നായർ, ഇത്തരത്തിലുള്ള വമ്പിച്ച ഒരു ഭീഷണിയെ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും CPM-ഉം നേരിടുന്നത്. അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ തന്നെയാണ് ഈ പാർട്ടിയുടെ സമ്മേളനങ്ങളുടെ രാഷ്ട്രീയ അന്തസ്സത്ത. മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഇതൊന്നും പറഞ്ഞ് ഇവിടെ ആദ്യമായി പ്രചരിപ്പിച്ചുള്ളൂ പാർട്ടിയെ ശപിക്കുന്നത് കൊണ്ടോ പിണറായിയെ ശപിക്കുന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം ഇത് കാണുന്ന ആളുകൾ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇവിടെ യഥാർത്ഥ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവർ തികച്ചും RSSന്റെ രാഷ്ട്രീയം തന്നെയാണ് ജയശങ്കർ ആയാലും ഷാജഹാൻ ആയാലും അവതരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് RSS പറയുന്നത്. നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി വളരെ മോശം, അതിലും മോശം പിണറായി. ഈ രാഷ്ട്രീയം കേരളത്തിലെ മതനിരപേക്ഷ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ തിരിച്ചറിയുന്നുണ്ട്. ഇവർ RSSന്റെ മെഗാഫോണുകളായിട്ടാണ്. വളരെ ചുരുക്കി പെട്ടെന്ന് മറുപടി വേണം. ഇവിടെ നിങ്ങളൊക്കെ തന്നെയും BJP വളരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം രാജ്യമെങ്ങും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് BJP. സമാനമായ വിധത്തിൽ കേരളത്തിലും തിരിച്ചടി നേരിടണം. അതിന് പകരം BJP ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുകയും അതിലേക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരെ കൂടി അതിലേക്ക് നയിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആകെ തന്നെ ക്ഷീണിപ്പിക്കുകയുമല്ലേ ചെയ്യുന്നത്. പിണറായിയോടുള്ള വിരോധം കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർട്ടിയോടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടോ ഉള്ള അസ്വാരസ്യം കാരണം വലതുപക്ഷ വർഗീയ സംഘടനകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് മാധവൻകുട്ടി പറയുന്നത്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർന്നേക്കാം. ഞാൻ ഈ പറയുന്നത് ഇടതുപക്ഷത്തോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. CPM-നകത്തുനിന്ന് BJP-യിലേക്ക് ആളുകൾ പോകുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കതിലുള്ള ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് CPM-ൽ നിന്ന് ഒരാളെങ്കിലും BJP-യിലേക്ക് പോകുമായിരുന്നോ? ഈ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മത്സരിച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു? മാധവൻകുട്ടി. വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു CPM-ന്റെ. അവർ 98,000 വോട്ട് അവിടെ മേടിച്ചു. മാധവൻകുട്ടി. അവരുടെ ഭർത്താവ് കൃഷ്ണകുമാർ ആരായിരുന്നു? വെള്ളനാട് ഏരിയ സെക്രട്ടറി ആയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എരുത്താവൂർ ചന്ദ്രൻ എന്ന് പറഞ്ഞ CPM നേതാവ് BJP-യിലേക്ക് പോയത് ആരുടെ നേതാവായിരുന്നു? എരുത്താവൂർ ചന്ദ്രൻ. CPM-ലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 1000-1500 പ്രവർത്തകരെങ്കിലും പോയെങ്കിൽ അത് പറയുന്ന ഞാനാണോ കുറ്റക്കാരൻ? എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? എന്തുകൊണ്ടാണ് CPM-കാർ മുഴുവൻ അടപടലെ BJP-ക്ക് വോട്ട് ചെയ്യുന്നത്? കാരണം CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകാൻ ഇന്ന് ഉളുപ്പില്ല എന്നുള്ള നിലയിലേക്ക് CPM-ന്റെ അണികൾ അധപ്പതിച്ചിരിക്കുന്നു. അത്രയ്ക്ക് പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ ശുദ്ധിയെ ഇന്ന് CPM അണികൾക്കുള്ളൂ എന്ന് മാധവൻകുട്ടിയെപ്പോലുള്ള ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്ക്. അതിന് പകരം അവരെ ഇതിനെ മുഴുവൻ ലളിതവൽക്കരിച്ചുകൊണ്ട് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയത് ചെറിയ കാര്യമാണ് സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊക്കി കാണിച്ച് പല്ലിളിച്ച് കാണിച്ചിരിക്കുകയാണ്. ഇത് ചെറിയ വിഷയമല്ല. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇത് പത്തനംതിട്ടയിൽ നടക്കുന്നുണ്ട്, ഇത് പാലക്കാട് നടക്കുന്നുണ്ട്, ഇത് കണ്ണൂർ നടക്കുന്നുണ്ട്. ഇത് കാണാൻ ഇനിയെങ്കിലും കണ്ണുണ്ടാവണം നിങ്ങൾക്ക്. നിങ്ങളുടെ ജീർണതയും നിങ്ങളുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള പ്രവർത്തന ശൈലിയും കൊണ്ടാണ്
CPM പോലൊരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ പരിശുദ്ധി ഉണ്ടാകേണ്ട ഒരു വിപ്ലവ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടി ഏറ്റവും എതിർക്കുന്ന ഫാസിസത്തിന് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന BJPയിലേക്ക് അണികൾ വൻതോതിൽ പോകുന്നതെന്ന് കാണാൻ കേരളത്തിലെ CPMന് കഴിഞ്ഞില്ലെങ്കിൽ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അതാണ് കേരളത്തിൽ CPMനെയും കാത്തിരിക്കുന്നത് എന്നാണ് ശ്രീ KM ഷാജഹാൻ. താങ്കളുടെ വാദം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഷി എൻ മാധവൻകുട്ടി, അഡ്വക്കേറ്റ് ജയശങ്കർ.